എയിംസിന്റെ പേരിൽ ഇപ്പോൾ വലിയ വലിയ വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായതിനു പിന്നാലെ എയിംസ് വരാൻ പോകുന്നത് തൃശൂരാണ് എന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ തിരുവനന്തപുരം, തൃശൂർ, കാസർഗോഡ് എന്നീ സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതൽ എയിംസിനു വേണ്ടി മുൻഗണന നൽകുന്നത്. അതുമാത്രമല്ല, കാസർഗോഡിന് കുറച്ചുകൂടി മുൻഗണനയുണ്ട്. കാരണം എൻഡോസൾഫാൻ ദുരിതബാധിതർ ഏറ്റവും കൂടുതലുള്ളത് കാസർഗോഡാണ്. അത്രയും വലിയൊരു ദുരിതം പേറി ജീവിക്കുന്ന ജനങ്ങളുള്ള സ്ഥലത്ത് തന്നെ എയിംസ് വരണം എന്നൊരു പക്ഷമാണ് പലപ്പോഴും സുരേഷ് ഗോപി പോലും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ കോഴിക്കോടാണ് എയിംസിന് വേണ്ടിയിട്ടുള്ള സ്ഥലമൊക്കെ നോക്കി വച്ചിരിക്കുന്നത്. ഇതിന്റെ പേരിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ രീതിയിലാണ് വിമർശനങ്ങൾ വന്നിട്ടുള്ളത്. തൃശൂരിൽ എയിംസ് വേണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു എന്ന തരത്തിലാണ് വാർത്തകളൊക്കെ എത്തിയത്. എന്നാൽ തൃശൂരിൽ എയിംസ് വേണമെന്ന് താൻ പറഞ്ഞിട്ടില്ല, അർഹതപ്പെട്ട ഇടത്ത് അത് വരും എന്നാണ് സുരേഷ് ഗോപി ഇപ്പോൾ പ്രതികരിക്കുന്നത്. അത് വരണമെന്നതാണ് നിലപാടെന്നും വിശദീകരിച്ചു. മുൻപും ആ സ്ഥലത്ത് എയിംസ് വേണമെന്ന ആവശ്യവുമായി മന്ത്രിമാരെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആ സ്ഥലപ്പേര് പറയുന്നില്ല, അത് പറഞ്ഞാൽ കേരളം ഒന്നാകെ തന്നെ പിന്തുണയ്ക്കുമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. കേരളയിൽ വ്യക്തിപരമായി വേണ്ടെന്നാണ് തന്റെ നിലപാടെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട്. സിൽവർ ലൈൻ പദ്ധതി കേരളത്തിന് ആവശ്യമില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി വ്യക്തമാക്കുന്നു. നിലവിലെ റെയിൽ പാതയ്ക്ക് സമാന്തരമായി 2 ലൈനുകൾ കൂടി നിർമ്മിക്കാൻ കേന്ദ്രം തയ്യാറാണ്. ഒരു വ്യക്തിയെന്ന നിലയിലാണ് കേരളത്തിന് ആവശ്യമില്ലാത്ത പദ്ധതിയാണെന്ന് പറയുന്നത്. ഒരു പ്രളയത്തിന്റെ അനുഭവം നമ്മുടെ മുന്നിൽ ഉണ്ടാകണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കേരളത്തിന് വേണ്ടി വന്ദേ ഭാരത് അനുവദിച്ചു കിട്ടിയപ്പോഴും സുരേഷ് ഗോപി കേരളിനെ എതിർത്ത് രംഗത്തെത്തിയിരുന്നു. വന്ദേ ഭാരത് വന്നതോടെ ജനങ്ങളുടെ നെഞ്ചത്തടിച്ച മഞ്ഞക്കല്ലുകൾ തുലഞ്ഞെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ. സിൽവർ ലൈനിന് ബദലായി ഒരു നീക്കം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന കാര്യത്തിൽ ഏകദേശം ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു. അതുമാത്രമല്ല, കേരളിനെ ഒരിക്കലും സുരേഷ് ഗോപി പിന്താങ്ങില്ല. പ്രത്യേകിച്ചും ഇപ്പോൾ കേന്ദ്രത്തിന്റെ സഹമന്ത്രിയായി ഒരു തസ്തിക കൂടി സുരേഷ് ഗോപിക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി ചുമതലകളൊക്കെ വികസിപ്പിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ ചുമതലകൾ കൊടുക്കുന്ന ഒരു ഘട്ടത്തിൽ സുരേഷ് ഗോപി അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ 4 സിനിമകൾ പെൻഡിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതെല്ലാം കഴിഞ്ഞ ശേഷം മാത്രമായിരിക്കും ഈ തസ്തികകളിലൊക്കെ ഇനി ഒരു മാറ്റം വരുന്നത്. ലോക്സഭാ വികസനം വരും. ഇനി ചുമതലകൾ കൂടുതൽ കൊടുക്കുക അല്ലെങ്കിൽ ക്യാബിനറ്റ് പദവി കൊടുക്കുക എന്നതിലോട്ടൊക്കെ കാര്യം വരുമ്പോൾ സുരേഷ് ഗോപി കുറച്ചുകൂടി ഊർജം ഈ കാര്യങ്ങളെല്ലാം ഇടപെടാനുള്ള ഒരു കരുത്തൊക്കെ കുറച്ചുകൂടി ലഭിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പിണറായി സർക്കാരിന് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് കേരളത്തിൽ താമര വിരിഞ്ഞു എന്നതും മോദി സർക്കാർ മൂന്നാമതും അധികാരത്തിലേറി എന്നതും തന്നെയാണ്. കാരണം സംസ്ഥാന സർക്കാരിന്റെ ഒരു വലിയ ആവശ്യമായ സിൽവർ ലൈനിന് തടയിടുന്ന രീതിയിലാണ് ഇനി കേന്ദ്ര നീക്കങ്ങൾ വരാൻ പോകുന്നത്. മാത്രമല്ല, ഇനിയിപ്പോൾ എയിംസിനെ പറ്റി പറയുകയാണെങ്കിൽ അതിന് ചുക്കാൻ പിടിക്കുന്നതും സുരേഷ് ഗോപി തന്നെയായിരിക്കും. കേരളത്തിൽ എയിംസ് വരികയാണെങ്കിൽ അത് കേന്ദ്രത്തിന്റെ ബലത്തിൽ തന്നെ ആകണം എന്ന് BJPക്ക് നിർബന്ധമുണ്ടായിരിക്കുമെന്ന് ഉറപ്പാണ്. അതും ജനങ്ങളുടെ നെഞ്ചത്തടിക്കുന്ന ഒരു പദ്ധതികൾക്കും കേന്ദ്രവും സുരേഷ് ഗോപിയും കൂട്ടുനിൽക്കാനും സാധ്യതയില്ല.